ഒരു കടുവ എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവനെടുത്തു ആ കൊലയാളി കടുവ. അപ്പോൾ ഈ വയനാട്ടിലെ ആളക്കൊല്ലി കടുവ ഒടുവിൽ കൂട്ടിലായി. കർഷകനെ കൊന്ന് 10ാം ദിവസമാണ് കടുവയെ കെണിയിലാക്കിയത്. കടുവയെ വെടിവെച്ചു കൊല്ലണം എന്നാവശ്യപ്പെട്ട നാട്ടുകാർ പ്രതിഷേധം നടത്തി. തത്സമയം കമൽ ചേരുന്നു. കമൽ, ഈ ഒടുവിൽ കൊലയാളി കടുവ കൂട്ടിലായിരിക്കുകയാണ്, കെണി ഒരുക്കി പിടിച്ചതാണ്. ഈ കടുവയെ കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ഒക്കെ ആവശ്യം, എല്ലാവരുടെയും ആവശ്യം അതാണ്. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നില്ലേ കമൽ? അതായത് ഒരു കടുവയെ കൊന്നാൽ വീണ്ടും കടുവകളും മറ്റു വന്യമൃഗങ്ങളും വരില്ലേ? അപ്പോൾ ഈ വന്യമൃഗങ്ങളെ മുഴുവൻ നശിപ്പിക്കേണ്ടതായി വരില്ലേ? അതിന് എന്താണ് ഫോറസ്റ്റ് വകുപ്പിന്റെ, വനം വകുപ്പിന്റെ ഒക്കെ ഒരു മറുപടി എന്താണ്? മോത്തി, കടുവയെ കൊല്ലുക എന്നത് പ്രായോഗികമായ ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് കെണിയിലകപ്പെട്ട ഒരു കടുവയെ അത്തരത്തിൽ കൊല്ലുന്നതിന് നിയമപരമായ ഒരുപാട് തടസ്സങ്ങളുണ്ട്. കടുവ ദേശീയ മൃഗമാണ്. അത് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി എന്നൊരു ഭരണഘടനാ സംവിധാനം തന്നെയുണ്ട്. NTSCA, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ കൃത്യമായ ഗൈഡ് ലൈനും SOPയും ഉണ്ട്. അതനുസരിച്ച് മാത്രമേ വനംവകുപ്പിനായാലും സംസ്ഥാന സർക്കാരിനായാലും പ്രവർത്തിക്കാനാകൂ. പക്ഷേ നാട്ടുകാരുടെ പ്രതിഷേധം തള്ളിക്കളയാനാകില്ല. അവരുടെ കൂട്ടത്തിൽ ഒരാളുടെ ജീവനാണ് എടുത്തത്. ഇത്തരം സമയങ്ങളിൽ അവരുടെ വികാരപ്രകടനത്തിന് നമുക്ക് കുറ്റം പറയാൻ കഴിയുകയില്ല. ശക്തമായ പ്രതിഷേധം നാട്ടുകാർ ഉയർത്തുന്നത് സ്വാഭാവികമാണ്. മോത്തി ചോദിച്ചതുപോലെ ഇത് ഒരു കടുവയെ കൊന്നുകൊണ്ട് തീരുന്ന പ്രശ്നവുമല്ല. വന്യജീവി മനുഷ്യ സംഘർഷത്തിന് ശാശ്വതമായ പരിഹാരങ്ങളാണ് സർക്കാരായാലും ജനപ്രതിനിധികളും ഒക്കെ നിർദ്ദേശിക്കേണ്ടത്. ഈ കടുവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അന്ന് പ്രജീഷിനെ കൊന്നതിന് ശേഷം കഴിഞ്ഞ 10 ദിവസമായി പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുകയാണ്. ദൗത്യസംഘവും ഒരുപാട് വലഞ്ഞു. ഈ കടുവയുടെ പിന്നാലെ പിടികൂടാനുള്ള പല ശ്രമങ്ങളും പാളിപ്പോയി. ഇന്നലെ പലയിടത്തും ഒരു ഒളിച്ചുകളിയായിരുന്നു. ദൗത്യസംഘം എത്തുമ്പോഴേക്ക് കടുവ അവിടെ നിന്ന് മാറുന്നു. ഇന്നലെ ഒരു പശുവിനെ കൊന്നു. അവിടെ ആ പശുവിൻ്റെ ജഡം കെണിയൊരുക്കി കാത്തുനിന്നു. അവിടെ വന്ന കടുവ പക്ഷേ ഈ കെണിയൊരുക്കിയ കൂട്ടിനടുത്ത് വരാതെ ആട്ടിൻകൂട്ടിനടുത്ത് വന്ന് ആടിനെ പിടിക്കാൻ ശ്രമിച്ച് അവിടെ നിന്ന് പിന്നീട് ഓടി മറഞ്ഞു. ഇന്ന് വീണ്ടും പഴയ സ്ഥലത്ത് ഈ പ്രജീഷിനെ കൊന്ന അതേ പ്രദേശത്ത് തന്നെ കടുവ എത്തി. അതിൻ്റെ ക്യാമറ ദൃശ്യങ്ങൾ ലഭിച്ചു. ദൗത്യസംഘം അവിടെയും കടുവയെ പിന്തുടരുകയായിരുന്നു. 5 ദിവസമായിരുന്നു കടുവ ഭക്ഷണം കഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള 3 കൂടുകളിൽ ഒന്നിൽ കയറുമെന്ന പ്രതീക്ഷയിലായിരുന്നു ദൗത്യസംഘം. അതേപോലെ തന്നെ ഉച്ചയോടെ കടുവ കയറി. ഒരിക്കലും പകൽ സമയത്ത് ഇത്തരം ഒരു കെണിയിൽ അകപ്പെടാത്തതാണ്. പക്ഷേ ഇത്രയും വിശന്ന് വലഞ്ഞതുകൊണ്ടായിരിക്കണം ഉച്ചയ്ക്ക് 2 മണിയോടെ കടുവ കൂട്ടിൽ കയറി. കൂട്ടിനകത്ത് ഇരവെച്ച ആടിന് വെള്ളം കൊടുക്കാൻ പോയ വനംവകുപ്പ് വാച്ചർമാരാണ് ഈ ദൃശ്യം കണ്ടത്. കടുവ അകത്ത് കയറി ആടിനെ ആക്രമിക്കാൻ നോക്കുന്നു. ഈ മനുഷ്യ സാന്നിധ്യം അറിഞ്ഞ് പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ ഈ കെണിയിൽ ചവിട്ടി കൂടടയുന്നു. അങ്ങനെയാണ് ഈ 10 ദിവസത്തെ ദൗത്യത്തിന് പരിസമാപ്തിയായത്. പക്ഷേ ഈ നാട്ടുകാരും വനംവകുപ്പും തമ്മിലുള്ള തർക്കം അത് വേറൊരു വിഷയം. അത് അത്ര വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോവുകയും ചെയ്തു.